സിനിമയ്ക്ക് വീണ്ടും വെട്ടുമായി സെൻസർ ബോർഡ്. പ്രൈവറ്റ് എന്ന സിനിമയിൽ വിചിത്രമായ തിരുത്തുകളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത്. പൗരത്വ ബിൽ എന്ന് പറയുന്ന ഭാഗം ഒഴിവാക്കി. ഹിന്ദി സംസാരിക്കുന്നവർ, ബീഹാർ, രാമരാജ്യം എന്നീ വാക്കുകളും ഒഴിവാക്കി. സംഘടനയുടെ പേരായി ഉപയോഗിച്ച RNS എന്നത് മാസ്ക് ചെയ്യാനും നിർദ്ദേശമുണ്ട്. അർജുൻ മട്ടന്നൂരാണ് ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, പ്രൈവറ്റ് സിനിമയിൽ ഇത്തരത്തിൽ ചില വെട്ടുകൾ വേണ്ടി വന്നു എന്ന് സംവിധായകൻ തന്നെ ഇന്നലെ റിപ്പോർട്ടറിനോട് പറഞ്ഞതാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഗുരുതരമായ പല കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പൗരത്വ ബിൽ എന്ന് പറയുന്ന ഭാഗം വേണ്ട, രാമരാജ്യം എന്ന വാക്കു വേണ്ട, ബീഹാർ എന്ന വാക്കുപോലും വേണ്ട എന്നതാണോ? തീർച്ചയായും വിനീത, വളരെ വിചിത്രമായ വാദമാണ് സെൻസർ ബോർഡ് ഉയർത്തുന്നത്. പ്രൈവറ്റ് എന്ന് പറയുന്ന ദീപക് ദിയോൺ സംവിധാനം ചെയ്ത ചിത്രം അത് സെൻസർ ബോർഡിന് മുന്നിലേക്ക് എത്തിയപ്പോൾ തന്നെ അതിന് അനുമതി നിഷേധിച്ചിരുന്നു. അന്ന് സെൻസർ ബോർഡ് പറഞ്ഞത് ഇത് ലെഫ്റ്റ് എക്സ്ട്രീമിസം പ്രചരിപ്പിക്കുന്ന ചിത്രമാണ് എന്നുള്ളതാണ്. അതിനുശേഷം ഈ അണിയറ പ്രവർത്തകർ റിവേഴ്സിംഗ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് എത്തി, അവിടെയും ചിത്രം പ്രദർശിപ്പിച്ചു. ഒടുവിൽ സെൻസർ ബോർഡ് പറഞ്ഞത് 9 ഇടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. ഈ മാറ്റങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ വിചിത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചിത്രത്തിൽ RNS എന്ന പേരിൽ ഒരു സംഘടനയുടെ പേരായി കാണിക്കുന്നുണ്ട്. അത് മാസ്ക് ചെയ്യണം എന്ന് കൃത്യമായി സെൻസർ ബോർഡ് പറയുന്നുണ്ട്. മാത്രവുമല്ല, പൗരത്വ ബിൽ എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഭാഗം മ്യൂട്ട് ചെയ്യണം എന്നും കൃത്യമായി പറയുന്നുണ്ട് സെൻസർ ബോർഡ്. മറ്റൊന്ന്, ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സെന്റൻസ് ഉണ്ട്. ആ ഭാഗത്ത് ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ഭാഗം കേൾപ്പിക്കരുത്. അതോടൊപ്പം തന്നെ ബീഹാർ എന്ന് പറയുന്നുണ്ട്. ചിത്രത്തിലെ ഒരു സംഭവം നടന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു സ്ഥലമാണ്. അത്തരത്തിൽ ബീഹാർ എന്ന് പറയുന്ന ഭാഗം അതും ഉപയോഗിക്കരുത് എന്ന് ചിത്രത്തിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, രാമരാജ്യം എന്ന് പറയുന്നുണ്ട്. ആ ഭാഗവും മ്യൂട്ട് ചെയ്യണമെന്ന് സെൻസർ ബോർഡ് പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടവർ എന്ന് പറയുന്ന ഒരു ചരിത്രം, അതായത് അടുത്ത കാലത്ത് നടന്ന ഗൗരി ലങ്കേഷിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് അത്തരം ഒരു സൂചന നൽകിക്കൊണ്ട് ഒരു ഭാഗം പറയുന്നുണ്ട്. അത് പറയരുത് എന്നും സെൻസർ ബോർഡ് പറയുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ പറയരുത്. മറ്റ് സാധാരണ സിനിമകളിലും മറ്റും നോർമലി ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും, അത്തരത്തിലുള്ള പല വാക്കുകളും നിഷേധിക്കുകയാണ് ഈ ചിത്രത്തിൽ. അത്തരത്തിൽ 9 തിരുത്തലുകളാണ് ഈ ചിത്രത്തിൽ വരുത്തിയിരിക്കുന്നത്. ഗൗരി ലങ്കേഷ് അടക്കമുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ആദരം നൽകിക്കൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ എൻഡ് ടൈറ്റിൽ ഉള്ളത്. ആ എൻഡ് ടൈറ്റിലും തിരുത്തൽ വരുത്തണമെന്ന് പറയുന്നു. ഇത്തരത്തിൽ 9 തിരുത്തലുകൾ വരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ പ്രൈവറ്റ് എന്ന് പറയുന്ന ഇന്ദ്രൻസും മീനാക്ഷിയും അഭിനയിച്ചിരിക്കുന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് അനുമതി നൽകിയത്. ഓഗസ്റ്റ് 1-ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തേണ്ടിയിരുന്ന ചിത്രമാണ് സെൻസർ ബോർഡ് വിലക്കിയത്. കാരണം അത് റിലീസിംഗ് വൈകി. ഒടുവിൽ ഇന്നലെയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 2 മിനിറ്റ് 46 സെക്കൻഡ് ഉള്ള ഭാഗങ്ങളിലടക്കം തിരുത്തൽ വരുത്തണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും അവർ പറയുന്നത് ഇതിൽ ആ സംഘടനയുടെ പേര്, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ രാമരാജ്യം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കരുത്, മാത്രമല്ല പൗരത്വ ബിൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കരുത്. ഇത്തരത്തിൽ പലയിടങ്ങളിലും മ്യൂട്ട് ചെയ്ത ശേഷമാണ് ഇപ്പോൾ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. സാധാരണ പല സിനിമകളിലും ഇത്തരം ഭാഗങ്ങളിലേക്ക് തന്നെ അത്തരം വാക്കുകൾ അതൊന്നും ഒരു സിനിമയിൽ ഉപയോഗിക്കരുത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും കടക്കൽ വെട്ടുന്നത് പോലെയാണ്. നമ്മൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ കണ്ടു, ഹാൽ സിനിമയിൽ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രൈവറ്റിലെ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. രാമരാജ്യം എന്ന വാക്ക് ഉപയോഗിക്കുകയേ വേണ്ട. പൗരത്വ ബിൽ, വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായ പൗരത്വ ബിൽ, ഇപ്പോഴും പൗരത്വത്തെക്കുറിച്ച് വിവാദങ്ങൾ ആളിപ്പടരുകയാണ്. അതിലൊക്കെ തന്നെയും ഇതാ വെട്ട് വീണിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെ, കൃത്യമായ രാഷ്ട്രീയം അതിലുണ്ട് എന്ന് കൂടി തെളിയുന്നു. അർജുൻ മട്ടന്നൂർ. തീർച്ചയായും വിനീത, ഈ ചിത്രങ്ങളിലൊക്കെ തന്നെ സെൻസർ ബോർഡിന്റെ ഇടപെടൽ പരിശോധിച്ചാൽ അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമാണ്. മാത്രവുമല്ല, ഈ സിനിമയിൽ തന്നെ ഇത്തരത്തിൽ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുത്ത ഒരു സാഹചര്യം ഇതിലെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അത്തരം സാഹചര്യം പറയരുത്. അതായത് ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയടക്കം പാസാക്കിയ ഒരു ബില്ല്, അതിനുശേഷം കൊണ്ടുവന്ന ഒരു നിയമം, ആ നിയമവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് ഉപയോഗിക്കരുത് എന്ന് പറയുകയാണ്. ഇത്തരം പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ രാമരാജ്യം എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട്. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ പേര് പോലും ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല, ഹിന്ദി സംസാരിക്കുന്നവർ എന്നൊരു കഥാപാത്രം പറയുന്നുണ്ട്. ആ ഭാഗവും മ്യൂട്ട് ചെയ്യണം എന്നാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. ഇത്തരത്തിൽ പൂർണ്ണമായും വിചിത്രം എന്ന് തന്നെ പറയാം. നേരത്തെ ആദ്യഘട്ടത്തിൽ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ്
അനുമതി നൽകിയിരുന്നെങ്കിൽ പോലും വലിയ പ്രതിഷേധത്തെ തുടർന്ന് അണിയറ പ്രവർത്തകർക്ക് സ്വമേധയാ പല ഭാഗങ്ങളും കട്ട് ചെയ്യേണ്ടി വരുന്നു. പക്ഷേ പിന്നീട് ഇത് സെൻസർ ബോർഡ് തന്നെ ഇത്തരമൊരു ശീലത്തിലേക്ക് മാറുന്നു എന്ന് വേണം പറയാൻ. അതിന്റെ ഭാഗമായിട്ടാണ് JSK എന്ന സിനിമയിൽ പല ഭാഗങ്ങളിലും കട്ട് ചെയ്യേണ്ടി വന്നത്. ഒടുവിൽ ഹാൽ എന്ന് പറയുന്ന സിനിമയിലും പല ഭാഗങ്ങളിലും എഡിറ്റ് ചെയ്യണം എന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു ചിത്രം പ്രൈവറ്റ് എന്ന് പറയുന്ന ദീപക് ഡിയോൺ എന്ന് പറയുന്ന നവാഗത സംവിധാനം ചെയ്ത ഇന്ദ്രൻസും മീനാക്ഷിയും അഭിനയിച്ചിരിക്കുന്ന ഒരു മലയാളം ചിത്രം.